ഹലോ, അപ്പോൾ ഇതാ ഫൈനലി നമ്മൾ റൂം ടൂർ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. കുറേ നാളായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് റൂം ടൂർ. ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ തൊട്ട് അതിൻ്റെ കമൻസ് തൊട്ട് വന്നിട്ടുണ്ട് റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. വീഡിയോ കുറച്ച് അധികം ലെങ്ത് ഉണ്ട്, എന്നാലും നിങ്ങൾ ഫുള്ള് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ നമ്മളെ ബുക്ക് കാർട്ട് അൺബോക്സ് ചെയ്യാണ്. ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തതാണ്, അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പൊക്കെ എൻ്റെ വേറെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഈ റൂം ടൂർ വീഡിയോയിലേക്ക് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം വന്നത്. ഇത് ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചതാണ്, പക്ഷേ ഓൺലൈനിൽ ആമസോണിൽ ഞാൻ സിമിലർ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പേപ്പറിലുണ്ട്, പക്ഷേങ്കിലും എത്ര വായിച്ചാലും എത്ര നോക്കിയാലും ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫുൾ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, എനിക്ക് കുറേ സമയം എടുത്തിട്ടുണ്ട് ഫുള്ളൊന്ന് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ട്രേ ഒക്കെ ചെറുതായിട്ട് ഞെങ്ങിപ്പോയിട്ടും ഒട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. 3 ട്രേ വരുന്നുണ്ട്, പിന്നെ കുറേ ലെഗ് വരുന്നുണ്ട് ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം സ്ക്രൂ കാര്യങ്ങൾ വരുന്നുണ്ട്, ടയർ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോവും. അതാണ് എനിക്ക് പറ്റിയത്. ഇത് വാങ്ങിക്കൊണ്ട് വന്ന് എനിക്ക് അന്ന് തന്നെ ഫിറ്റ് ചെയ്യണം, അങ്ങനെയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം അൺബോക്സ് ഒക്കെ ചെയ്ത് എല്ലാം നോക്കി. പക്ഷേ പകുതി എത്തിയപ്പോൾ ഇതെന്താ കഴിയാത്തത്, ഫിറ്റ് ചെയ്യുക, അയ്യോ അതങ്ങനെയല്ല എന്ന് വിചാരിച്ച് എല്ലാം ഒന്നുകൂടി അഴിച്ചു വെക്കുക, പിന്നെയും ചെയ്യുക. ഇത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു സമയത്താണ് ഞാനിതൊക്കെ എടുത്തു വെച്ചത്, ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത്. പകുതിയോളം ഞാൻ രാത്രി തന്നെ ഫിറ്റ് ചെയ്തു, ബാക്കി രാവിലെയും. അങ്ങനെ ഫുൾ രാവിലെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫോറിനേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ ഈ റൂം ടൂർ, ഡെസ്ക് മേക്ക് ഓവർ എന്നൊക്കെ പറയുമ്പം അവർ ഐക്കിയയിൽ പോവും, സാധനങ്ങളൊക്കെ നോക്കും, പർച്ചേസ് ചെയ്യും, വീട്ടിൽ കൊണ്ടുവരും, അത് അൺബോക്സ് ചെയ്യും, എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. അപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കും, എന്ത് രസമാണ് അവരിതൊക്കെ വാങ്ങിക്കുക, റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇതൊക്കെ കാണുമ്പോഴും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, ഇങ്ങനത്തെ റൂം മേക്ക് ഓവർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യും, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ അതൊക്കെ നടക്കുന്നു. അവരതുപോലെ എക്സ്ട്രീം മേക്ക് ഓവറൊന്നും അല്ല, ജസ്റ്റ് കുറച്ച് കുഞ്ഞു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പർച്ചേസും കാര്യങ്ങളും വലുതായിട്ട് കുറേ കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടില്ല. ഈ ഒരു ബുക്ക് കാർട്ട് വാങ്ങിയിട്ടുണ്ട്, പിന്നെ അറിയാലോ ടേബിളും വാങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ രാത്രിയും രാവിലെ ആയിട്ട് ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത സംഭവമാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് ബുക്കൊക്കെ നിറച്ച് വെക്കണം. എൻ്റെ ആദ്യത്തെ സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു, ബുക്ക് ടവർ പോലെ വെച്ചതായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ ഒരു ബുക്ക് കാർട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഒരു ബുക്ക് വായിച്ചിട്ട് കുറേ നാളായി, 1 വർഷം ഒക്കെ ആയി ഒരു ബുക്ക് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് വലിയൊരു റീഡിങ് സ്ലംപിലാണുള്ളത്. അതിൽ നിന്നൊന്ന് കരകയറി ഇതുമായിട്ടൊരു ടച്ച് വന്നിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ നമുക്ക് പതിയെ ചെയ്യാമല്ലോ. ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറെ എന്തോ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പേസ് ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എവിടെയാണെന്നൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റേഴ്സ് പിന്നെ ഒരു A4 ഷീറ്റിലായിട്ട് കുറച്ച് മോട്ടിവേഷൻ കോട്ട്സും കാര്യങ്ങളും ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
ഈ ഒരു കോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഞാൻ ഈ ഒരു ഡെസ്കിന് തന്നെ മേക്ക് ഓവർ ചെയ്യാം, ഈ ഒരു ഡെസ്ക് തന്നെ വെച്ചിട്ട് റൂം ടൂർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ മുന്നേ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡെസ്ക് വാങ്ങാനുള്ളൊരു അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ നീണ്ടുപോയത് ഈ ഒരു വീഡിയോ. ഈ ഒരു വിഷൻ ബോർഡിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സ്പേസിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചത്. അതാവുമ്പോൾ പഠിക്കുമ്പം ഇപ്പുറത്തേക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു ജാർ ഓർമ്മയുണ്ടോ? ഞാൻ ന്യൂ ഇയറിൻ്റെ സമയത്ത് ഓരോ ദിവസത്തെ ഹൈലൈറ്റ് എഴുതി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സെറ്റപ്പ് ചെയ്തതായിരുന്നു. പക്ഷെ എന്നോട് കാര്യം മറന്നുപോയി. ഇനി ഒന്നുകൂടെ തുടങ്ങണം. കുറച്ചൊക്കെ ഉണ്ട് അതിൽ, പക്ഷേങ്കിൽ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യം. കൂടെ തന്നെ ആ പെൻ ഹോൾഡറിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി. ഒന്നുമില്ല, ഈ സംഭവം അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ടേബിളിലാണെങ്കിൽ കുറേ ബുക്സും കാര്യങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മൊത്തം ഇവിടെ വെക്കാണ്ട് കുറച്ചൊക്കെ സെക്ഷൻ ആക്കിയിട്ട് അലമാരിയിൽ ഒരു കള്ളിയിൽ അതൊക്കെ അവിടെ വെക്കാം, വേണ്ടപ്പം അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ്. പിന്നെ ഞാൻ മീഷോന്ന് കുറച്ച് ഫ്രെയിംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ് വരുന്ന ഫ്രെയിമല്ല, ആ ഷീറ്റാണ് വരുന്നത്. ഒരു 5 പീസ് വരുന്ന സെറ്റായിരുന്നു വാങ്ങിച്ചത്. അതിൽ ഈ ഒരു സ്റ്റാറി നൈറ്റിൻ്റെത് പിക്ചർ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാനത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ ടേബിളാണ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് ഫൈനലി എത്തിയിട്ടുണ്ട്. ഒരു 5:30 ആയി, വൈകുന്നേരം 5:30 ആയി ഇത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മരത്ത് തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് അകത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. ടേബിളിൻ്റെ കളറ് ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞു വൈറ്റ് എനിക്കെന്തോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നി. എനിക്ക് പിന്നെ ഇൻട്രസ്റ്റും പോയി. വൈറ്റിനോടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര കുറഞ്ഞു പോയി. എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടം. പണ്ട് മുതലേ വൈറ്റ് റൂമിലത്തെ സംഭവങ്ങളൊക്കെ വൈറ്റ് ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഇപ്പം കുറച്ച് അതിലൊക്കെ മാറ്റം വന്നു. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രൗണ് ഇതിനോടൊക്കെ ഇപ്പം കുറച്ചുകൂടിയും താല്പര്യം. എന്താണെന്നറിയില്ല, ഇപ്പം അതൊക്കെ ഇഷ്ടം. ഈ ഒരു ടേബിളിൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിലേക്കാണ് റീഡയറക്റ്റ് ചെയ്ത് പോവുക. അതിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. അതനുസരിച്ച് ചെയ്താൽ മതി. കുറച്ചുകൂടി സിമ്പിളാണ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ബുക്ക് കാർട്ടിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ഇത്. ഈ ഒരു ടേബിൾ വാങ്ങണോ വാങ്ങണ്ടയോ എന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം ഇവിടെ ഒരു ടേബിൾ വാങ്ങിയിട്ടില്ല. ഇവിടെയുള്ള ടേബിളൊക്കെ എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ടേബിളാണ്. 50 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്ത ടേബിള്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാം. അങ്ങനെയൊക്കെ വാങ്ങിച്ചതാണ്. ഇത് ആമസോണിൽ തന്നെയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി പഴയ ടേബിളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ്. ഈ ഒരു ടേബിളിൽ ഡ്രോയർ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ പുതിയ വാങ്ങിച്ചതിൽ ഡ്രോയർ ഇല്ല. ഈ ഡ്രോയറിലാണെങ്കിൽ ഞാൻ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് വെക്കും. ഒരു സംഭവം ഞാൻ കളയൂല, എല്ലാം അതിൽ തന്നെ വെക്കും. സത്യം പറഞ്ഞാൽ ഇതിൽ വേണ്ടാത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയ ടേബിൾ വെക്കുമ്പം ഈ ടേബിൾ ഇവിടുന്ന് മാറ്റണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, വേണ്ടാത്തതൊക്കെ കളയണം. അങ്ങനെയൊക്കെ ചെയ്യാണ്. എൻ്റെ കയ്യിലെ കുറച്ച് കളർ പെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റിൽ വരുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ വെച്ചാൽ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടുമല്ലോ. അല്ലാതെ ഞാൻ ഈ ഒരു പെന്നും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ആ ഒരു പെൻ ഹോൾഡറിലേക്ക് വെച്ചതായിരുന്നു. ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ മാറ്റി വെച്ചു. ഇതിൽ ഒരു കളർ മിസ്സിങ് ആണ്, ബ്രൗൺ ആണെന്ന് തോന്നുന്നു. അതെവിടെയാണെന്ന് കാണുന്നില്ല, എവിടെയോ ഉണ്ട്. ഫൈനലി ടേബിളൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചത് ഇപ്പോൾ കട്ടിലേക്കാണ്. ഇനി നോക്കി മാറ്റിയൊക്കെ വെക്കണം.
ഞാൻ പിന്നെ വിചാരിച്ചു ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു കാർഡ്ബോർഡിലേക്ക് വെക്കാം. ഇതൊക്കെ അത്യാവശ്യം ക്രാഫ്റ്റ് അല്ല, ഇങ്ങനത്തെ ജേർണലിംഗ് ഒക്കെ ചെയ്യേണ്ട സംഭവങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെയാണ് അന്ന് നടന്നത്. പിന്നെ സാധാരണ പോലെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മേക്ക് ഓവർ എന്നൊന്നും പറഞ്ഞ് ചെയ്തില്ല, കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ടേബിൾ ഇങ്ങനെ ഒന്നും വെക്കാണ്ട് ഈ കട്ടിലേക്ക് മാത്രം എടുത്ത് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം വെച്ച സംഭവങ്ങളൊക്കെ അവിടുന്ന് വീണ്ടും എടുത്തു മാറ്റുകയാണ്. പിന്നെ സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ച ആ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ വെറുതെ വേണ്ടാത്തതാണ്, അതൊക്കെ എടുത്ത് കളഞ്ഞു. അതുപോലെ ജാനുവരി ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ എഴുതി ഒട്ടിച്ചിരുന്നു, അതും എടുത്ത് കളഞ്ഞു. ഇതിപ്പോൾ ഫെബ്രുവരി ആയല്ലോ. ഇനി ഈ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കൊളാബ് വന്നതായിരുന്നു. ആ കട്ട് ചെയ്ത പോസ്റ്റേഴ്സ് അല്ല, ഇപ്പം ഞാൻ കാണിക്കുന്ന കുറച്ച് വലിയ പോസ്റ്റേഴ്സൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ആ ഒരു പേജ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. വീഡിയോന് വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാന്നൊക്കെ തോന്നി എടുത്തത്. ഇത് ആ ഫ്രെയിമിലേക്ക് വെക്കാൻ നോക്കിയ സെയിം പിക്ചർ തന്നെയാണ്. പിന്നെ ഞാൻ ഫ്രെയിമിലേക്ക് വെക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. എനിക്കൊരു വൃത്തി തോന്നിയില്ല അതിൽ വെച്ചിട്ട്. ഇത് പിന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കട്ട് ചെയ്യുന്നതും ഒക്കെ ആ സെയിം പിക്ചേഴ്സാണ്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കാണിച്ചതാണ്. ഇനി എൻ്റെ കയ്യിൽ കുറേയുള്ള സംഭവമാണ് ഈ പോളറോയിഡ് പിക്ചേഴ്സ്. 2 ഇൻസ്റ്റഗ്രാം പേജസിൽ നിന്ന് കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സും ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് ഞാൻ എപ്പോഴോ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സും ഉണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്, ബാക്കി കൊളാബ് കിട്ടിയതാണ്. ഇതൊക്കെ വെച്ചിട്ടും കൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സെൻഡ് ചെയ്ത് തന്ന പേജസിനെയും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടതൊക്കെ ഒരു പേജ് സെൻഡ് ചെയ്ത് തന്നതാണ്. ഇനി കാണുന്നത് വേറൊരു പേജ്. ഞാൻ പറഞ്ഞല്ലോ 2 കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇനിയും പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ വേറെ പല കാര്യത്തിനൊക്കെ യൂസ് ചെയ്ത് തീർന്നു പോയിട്ടുണ്ട്. ബാക്കിയായിട്ട് വന്നതാണ് ഇവരൊക്കെ. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഞാനായിട്ട് പ്രിൻ്റ് ചെയ്തതാണ്, അതും കൂടെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്സ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഇതും കൂടെ യൂസ് ചെയ്യണം. ഇനി ഈ ഒരു ഗ്രിഡ് ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് അടുത്തായിട്ട്. അവിടെ അറിയുന്ന ആളായതുകൊണ്ട് എനിക്ക് വെറുതെ തന്നതാണ്. ഇതിനെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. പിന്നെ ഇങ്ങനത്തെ ഒരു പച്ച ലീവ്സും കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ.
ആ ദിവസം പിന്നെ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് നിറഞ്ഞു. അടുത്തൊരു ക്ലാസ്സില്ലാത്ത ദിവസം ഞാൻ വീണ്ടും ഡെക്കറേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ആ ടേബിളിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ചെയ്യാൻ പറ്റാണ്ട് ഫ്ലോപ്പായി പോയ ദിവസത്തെ വീഡിയോസും ക്ലിപ്സും കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അത്രയും ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ടേബിൾ കിട്ടി പിറ്റേ ദിവസം തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തത്. റിയാലിറ്റി ഇതാണ്. ഓരോ ദിവസം നമ്മൾ മാറ്റി വെക്കുന്നു, അന്ന് ചെയ്യാൻ പറ്റുന്നില്ല. വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫൈനലി ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായി. ഇന്നാണ് മൊത്തം മേക്ക് ഓവർ ചെയ്യുന്നത്. വലിയ മേക്ക് ഓവർ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഫുള്ളി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. ടേബിളിലേക്ക് വെച്ച സംഭവം ഫുള്ളി എടുത്ത് മാറ്റി. അന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച ആ കോട്ട്സ് മാത്രമേ അവിടെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഈ ഒരു ഗ്രിഡിന് ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കണം. ഞാൻ ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്രിലിക് പെയിന്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തത്. വൈറ്റ് കുറച്ചുകൂടി കോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പെയിന്റ് വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ വൈറ്റ് കുറച്ചേ ഉള്ളൂ. ബ്ലാക്ക് ആവുമ്പം ഒരു കോട്ടിങ്ങിൽ തന്നെ നല്ല കവറേജ് കിട്ടും. സോ ബ്ലാക്ക് തന്നെയാണ് എടുത്തത്. രണ്ട് സൈഡിലും ഞാൻ പെയിൻറ് ചെയ്യുന്നില്ല, ആകെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ പെയിൻറ് കൊണ്ട് ചെയ്യണമെന്നാണ്. അതിവിടെ ബാക്കി ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഡ്രൈ ആവാനൊക്കെ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആക്രിലിക് തന്നെ എടുത്തത്. ചിലപ്പം ഇത് ഞാൻ മാറ്റിയിട്ട് പെയിൻറ് ചെയ്യുമായിരിക്കും, അറിയില്ല. ചിലപ്പം മാത്രം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ വീണ്ടും എടുത്ത് മാറ്റി ചെയ്യാനും ചാൻസ് ഇല്ല. എന്തായാലും ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമായിട്ടുണ്ട്. സൈഡിലൊന്നും ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടില്ല, കാരണം നമ്മൾ വാങ്ങിച്ച ഗ്രിഡ് അല്ലല്ലോ. പക്ഷേങ്കിൽ പോളറോയിഡ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴേക്കും സെറ്റാവുമെന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനൊരു ഹൂക്ക് യൂസ് ചെയ്തിട്ട് വാളിൽ ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ വിഷൻ ബോർഡും ഇങ്ങനൊരു ഹൂക്കിൽ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ ഗമ്മിൻ്റെ പവർ കഴിയുമ്പം ഇത് ഇളകി പോരുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് ഗ്രിഡ് വെച്ചാലോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ വെക്കാന്നുള്ള രീതിയിൽ ഹൂക്കൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഈ പോളറോയിഡ് പിക്ചേഴ്സൊക്കെ ഗ്രിഡിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണെങ്കിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇത്രയും പിക്ചേഴ്സൊന്നും എന്തായാലും ആ ഒരു ഗ്രിഡിലേക്ക് വേണ്ടി വരില്ല, ഫുള്ള് ക്ലസ്റ്റേർഡ് ആയി പോവും. എന്തായാലും ഞാൻ ഏതൊക്കെയാണ് വെക്കേണ്ടത് ഏതൊക്കെയാണ് വെക്കേണ്ടാത്തത് എന്നൊക്കെ നോക്കി ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോളറോയിഡ് പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഇതിൽ ക്ലിപ്പ് ചെയ്യേണ്ടത് ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഈ സെലക്ഷൻ ടാസ്ക് ആയിരുന്നു ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. എന്തായാലും കുറച്ചൊക്കെ ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ക്ലസ്റ്റേർഡ് ആയിപ്പോയ പോലെയൊക്കെ തോന്നി, കാരണം ഒരു ഗ്രിഡ് പോലും കാണാത്ത രീതിയിൽ ഫുള്ള് ഫിക്സ് ചെയ്ത് പോയി. അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അവിടേക്ക് വെച്ച് കൊടുത്തത്. ഈ ഒരു ഗ്രിഡ് ശരിക്കും പറഞ്ഞാൽ പെയിൻ്റൊക്കെ അടിച്ച് വന്നപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. മറ്റേ നമ്മുടെ ആമസോണിലൊക്കെ വാങ്ങുന്ന ഗ്രിഡ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാലും അത് ഇളകി പോരാൻ നല്ല ചാൻസ് ഉണ്ട്. ആ സ്റ്റിക്കറിൻ്റെ പവർ കഴിയുമ്പം എന്തായാലും താഴെ വീഴുമെന്ന് ഉറപ്പാണ്. ആണി വെച്ചിട്ട് ഡ്രില്ല് ചെയ്താൽ നന്നായിട്ട് അത് അവിടെ തന്നെ നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ എങ്കിൽ ഡ്രില്ല് ചെയ്യാൻ ഡ്രില്ലർ വേണം, അല്ലെങ്കിൽ ആണി അടിക്കണം, അതൊക്കെ കുറച്ച് വേണോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഇത് എടുത്തു വരും.
ഞാൻ പറഞ്ഞില്ല, ഒക്കെ വെച്ച് കഴിഞ്ഞപ്പം കുറച്ച് ക്ലസ്റ്റേഡ് ആയ പോലെ തോന്നി. കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, എന്നിട്ടാണ് വാളിലേക്ക് ഫിക്സ് ചെയ്തെടുത്തത്. കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആ ഗ്രിഡിൽ മാത്രം വെച്ചു, പക്ഷെ എനിക്കത് അത്ര ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ആ വിഷൻ ബോർഡിനെയും കൂടെ ചേർത്തൊന്ന് വെച്ച് നോക്കി, അതെന്നാലും കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ വെച്ചെങ്കിലും ലാസ്റ്റ് എനിക്കിത് രണ്ടും കണ്ടപ്പം എനിക്ക് എന്തോ പോലെ തോന്നി. ഈ വിഷൻ ബോർഡും ഈ പോളറോയിഡ്സും ഒരുമിച്ച് വന്നപ്പം രണ്ടും എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലായ പോലെ തോന്നി. അപ്പം ഞാൻ അവിടുന്ന് ആ ഗ്രിഡും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്തേക്കാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ ഈ ഒരു കോർണറിൽ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അതവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ ഫേക്ക് പ്ലാന്റ് എടുത്തിട്ട് അതിനൊക്കെ ഒന്ന് ചുറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഫുൾ ഭംഗി മനസ്സിലായത്. ഞാൻ ദൂരെ നിന്നൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന്. ഞാൻ ബാക്കി വന്ന പോളറോയിഡ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനിയും എന്തെങ്കിലുമൊക്കെ വന്നാൽ ഉപയോഗിക്കാമല്ലോ, അങ്ങനെ ഞാനത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ പ്രിൻ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ ഇത് 2023 ആ ജാനുവരി ആ സമയത്ത് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്ത് റൂമിലൊക്കെ ഒട്ടിച്ചതായിരുന്നു. അത് അമ്മേൻ്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ അഥവാ എന്തിനെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. ഇതിൽ മെയിനായിട്ട് എനിക്കിഷ്ടപ്പെട്ട സിംഗേഴ്സ്, ബാൻഡ്, സോങ്സ് അതൊക്കെയാണ് പ്രിൻ്റ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ കുറച്ച് കോട്ട്സും കാര്യങ്ങളും ഓരോ പിക്ചേഴ്സൊക്കെ വരുന്ന പോസ്റ്റേഴ്സും ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിപ്പോയി ഞാൻ പ്രിൻ്റ് ചെയ്ത സമയത്ത്. അതുപോലെ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ആരോ എന്നോട് ചോദിച്ചു നെയ്ബർഹുഡ് ഫാൻ ആണോ എന്ന്. എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, ഈ കമൻസിലൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ഫോൺ കേസിൻ്റെ കവറിൽ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു ജേർണലിന് വേണ്ടി കട്ട് ചെയ്യുന്ന പേപ്പറിൽ കണ്ടിട്ടാണോ എന്നറിയില്ല. എന്നോട് ചോദിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ വെക്കണമെന്നൊന്നും അറിയില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനത്തെ രീതിക്കാണ് ഇതെടുത്ത് വന്നത്. ഇനി ഈ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ആദ്യം ഗ്രിഡ് വെച്ചല്ലോ, ആ ഒരു സ്ഥലത്തായിട്ടാണ് ഒട്ടിക്കുന്നത്. ആ ഒരു ഗമ്മിൻ്റെ കല അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ആദ്യം അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹൂക്ക് ഒട്ടിച്ചല്ലോ, അതിൻ്റെ ഒരു പശേൻ്റെ കല അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിക്കാൻ വേണ്ടിയിട്ടും അവിടെ വെച്ചാൽ കുറച്ചുകൂടി രസമാവുമെന്ന് തോന്നിയിട്ടും കുറച്ച് പോസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് മാറ്റി ഒട്ടിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് അവിടെ ഒട്ടിപ്പിടിക്കായിട്ടല്ല. ഇതിപ്പം താഴോട്ടാക്കണോ, കുറച്ച് മേലോട്ടേക്ക് പൊന്തിക്കണോ, അല്ലെങ്കിൽ കുറച്ച് സൈഡോട്ടേക്ക് ആക്കണോ, കുറച്ച് ചെരിച്ചൊട്ടിക്കണോ, അങ്ങനത്തെ കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്ത് നിന്ന് പറിച്ചിട്ട് വേറെ രീതിയിൽ ഒട്ടിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഒക്കെ ഞാൻ ക്ലിയർ സെലോ ടാപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. മേലിലായിട്ട് മാത്രം സെലോ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പോസ്റ്റേഴ്സാണ് ഞാനിവിടെ ഒട്ടിച്ചത്. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കുറേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി എൻ്റെ കയ്യിൽ ഈ ഒരു ഓർഗനൈസർ സംഭവമാണ് ഉള്ളത്. ഇത് ഞാൻ എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, കുറച്ച് മുന്നേ വാങ്ങിയതാണ്. ഇതിലേക്ക്
എൻ്റെ കയ്യിലുള്ള ഹൈലൈറ്റേഴ്സ്, പെന്ന്, സിസേഴ്സ്, പിന്നെ ഗ്ലൂ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് കുറച്ചധികം വാഷി ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. കുറച്ചധികം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത്ര വാഷി ടേപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. 3 മറ്റേ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് പാക്കറ്റിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് വാങ്ങിയതാണ്. അതൊക്കെ ഒന്ന് എവിടെയെങ്കിലും വെക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ബോക്സ്. എന്തോ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു ബോക്സാണ്, അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഈ ഒരു വാഷി ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തു കൊടുത്തത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വാഷി ടേപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എജു മാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. 25 റുപ്പീസാണ് ഒരു റോളിൻ്റെ റേറ്റ് വരുന്നത്. കയ്യിലുള്ള വാഷി ടേപ്പൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് മാത്രമേ അത് ഫില്ലാവുന്നുള്ളൂ. എനിക്കാണെങ്കിൽ അത് ഫുൾ നിറയണം. അതിന് മാത്രമുള്ള വാഷി ടേപ്പ് എൻ്റെ കയ്യിലില്ല. എനിക്കതൊക്കെ വാങ്ങിക്കണം. ഇനി ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് വെക്കുകയാണ്. ഈ ഡയറി ഞാൻ പ്ലാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിലേക്ക് വെക്കുന്നത്. പിന്നെ ഈ ഒരു ജേർണലും ഞാൻ എടുക്കാറുണ്ട്, അത്യാവശ്യം എടുക്കാറുണ്ട്. അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു ടേബിൾ ലാമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വർക്ക് ചെയ്യിക്കാറൊന്നും ഇല്ല, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് എസ്തെറ്റിക് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കലണ്ടർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ഓർഗനൈസർ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വേണ്ട, കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കളർ പെൻ സെറ്റ്. പിന്നെ ഈ 2 പെൻ ഹോൾഡറും കൂടെ ഉണ്ട്. ഇതും കൂടെ എൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് വെക്കണം. എന്ന് വെച്ച് ടേബിൾ ഫുൾ ഫില്ലായി പോകാനും എനിക്ക് താല്പര്യമില്ല. കുറച്ച് അധികം സ്പേസ് വേണം. ഇനി ആ കുഞ്ഞ് മഷ്റൂമിനെയും കൂടെ അവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കണം എന്നുണ്ട്. കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. ആ ഒരിതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ടേബിളിൻ്റെ അവിടെയായിട്ട് വെക്കാമെന്ന് വെച്ച് ഈ ഒരു കുഞ്ഞു കോട്ട എഴുതിയ പോളറോയിഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടേബിളിൻ്റെ താഴെയായിട്ട് ഇങ്ങനെയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ എപ്പോഴും എടുക്കുന്ന കുറച്ച് ബുക്സ് വെക്കണം, പെന്ന് വെക്കണം, ന്യൂസ് പ്രിൻ്റ് വെക്കണം. കൂടെ തന്നെ ഞാൻ ജേർണൽ ചെയ്യുമ്പം കട്ട് ചെയ്തെടുക്കുന്ന പിക്ചേഴ്സൊക്കെ ഉള്ള ഫയൽ ഉണ്ടല്ലോ, അതും കൂടെ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വല്ലപ്പോഴും എടുക്കുന്നതല്ല, ചിലപ്പോൾ ഒക്കെ പെട്ടെന്ന് ആവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ക്ലീൻ ആയ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് കുറേ കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ ബെഡിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു ചെറിയ ടേബിളാണ്. ഇത് ശരിക്കും ഹാളിലുള്ള ടേബിളാണ്. ഞാൻ എൻ്റെ റൂമിലേക്ക് എടുത്തുകൊണ്ട് വെച്ചതാണ്.
വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇതിവിടെ തന്നെ ആയിപ്പോയി. ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വെറുതെ വെച്ചിട്ടുണ്ട്, വാരി വലിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ആ ഫ്രെയിമും കാര്യങ്ങളുമാണ്. അത് നമ്മൾ എടുത്തില്ലല്ലോ, ഈ ഒരു മേക്ക് ഓവറിന് യൂസ് ചെയ്തില്ല. അപ്പം അതുണ്ട്. കുറച്ച് ഫയല്, കൊറിയർ അയക്കുന്ന ബാഗ്, പിന്നെ എന്താ ഇങ്ങനത്തെ കളർ പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് വേണ്ടാത്തതൊക്കെ മാറ്റി വെച്ച് കഴിയുന്നതും ബാക്കിയൊക്കെ അവിടെ തന്നെയാണ് വെച്ചത്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കലണ്ടർ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ ഡബിൾ സൈഡായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു പോയി. അതുകൊണ്ട് എന്തായാലും അത് സെല് ചെയ്യാനൊന്നും പറ്റൂല. എനിക്കെന്തെങ്കിലും ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നതാണ്. അതും ഉണ്ട് കൂടെ തന്നെ. അതൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ഉള്ളിലേക്ക് തന്നെ വൃത്തിയിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വേറെ വെക്കാൻ സ്ഥലമില്ല, എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. ഈ ഒരു കുഞ്ഞു ടേബിളിലേക്കും അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ബുക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാൻഡിൽ, ആ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജാറ്, കുഞ്ഞു ഫാന്, പിന്നെ നമ്മൾ ന്യൂ ഇയറിന് ഉണ്ടാക്കി വെച്ച ആ ഒരു ഹൈലൈറ്റ് എഴുതി വെക്കുന്ന ജാറും കൂടെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മിനി കുഷൻ ആൻഡ് സോഫ സെറ്റ് ഉണ്ട്. ഇതും കൊളാബറേഷൻ്റെ പാർട്ടായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് വെള്ളത്തിലാണ്. ഞാൻ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ കാര്യം ഏതോ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടു, അയ്യോ സ്നേക്ക് പ്ലാന്റ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല, അത് കെട്ടുപോകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. 10 മാസമായിട്ടുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് ഈ ഒരു വെള്ളത്തിൽ. ഞാനപ്പം ആ കമൻറ്റ് കണ്ടപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ സോയിലിനെക്കാട്ടും കുറച്ചുകൂടി കെയർ കുറച്ച് കൊടുത്താൽ മതി വെള്ളത്തിൽ വെക്കുമ്പോൾ എന്നൊക്കെ കണ്ടു. പിന്നെ എനിക്കിത് തെറ്റായിട്ട് തോന്നി, സോ ഞാൻ വെള്ളത്തിൽ തന്നെയാണ് വെച്ചത്. ഇനി ഈ കാർട്ടിലേക്ക് കുഞ്ഞ് സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചത്. ഇത് മണ്ണിൽ തന്നെ വെച്ചതാണ്. അത് വെച്ചിട്ടുള്ള പോട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് സെൻഡ് ചെയ്ത് തന്നതാണ്. ഞാൻ പേജ് മെൻഷൻ ചെയ്യാം അവിടെ. നമ്മൾ നേരത്തെ കുറച്ച് പോസ്റ്റേഴ്സ് ടേബിളിൻ്റെ അടുത്തേക്ക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയും കുറേ പോസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ 2 സൈഡിലായിട്ട് ഹൂക്ക് ഫിക്സ് ചെയ്തിട്ട് ഒരു ത്രെഡ് കെട്ടിയിട്ട് അതിലേക്കായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക. ക്ലിപ്പ് വെച്ചിട്ട് കുറച്ച് പിക്ചേഴ്സ് ഹാങ് ചെയ്ത് വെക്കാന്നാണ് പ്ലാന്. ഇങ്ങനെ ഹാങ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം അതിനൊക്കെ ഒന്ന് സ്പേസൊക്കെ കറക്റ്റ് ചെയ്ത് ഒന്നുകൂടെ വൃത്തിയിൽ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഹൂക്കിലേക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഇങ്ങനെ എനിക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു മാറ്റി. അത് സെൻട്രലായിട്ടൊക്കെ ഫിക്സ് ചെയ്യുക, ഒട്ടിച്ച് വെക്കാം. പക്ഷെ എനിക്ക് ഒട്ടിച്ച് വെക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇനി നേരത്തെ നമ്മൾ ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് മാറ്റി വെച്ച കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്പേസിലായിട്ട് എൻ്റെ ഒരു ബാഗ് വെക്കാം. അതുകൊണ്ട് ഈ വിശാലമായിട്ട് വെച്ച സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡിലായിട്ട് ഒരു ബാഗ് വെച്ച് കൊടുത്തു.
അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് ആണ് നമ്മളെ റൂമിൽ നമ്മൾ വരുത്തിയത്. അതൊക്കെ ഒന്ന് കാണിച്ചതാണ്. വലിയ എക്സ്ട്രീം ചേഞ്ചസ് ഒന്നും ഇല്ല, കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ്. പിന്നെ നിങ്ങൾ എൻ്റെ റൂം അത്യാവശ്യം പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒരു റൂം ടൂർ വേണമല്ലോ, അതും കൂടെ ഈ വീഡിയോൻ്റെ ഭാഗമായിട്ടുണ്ട്. ഡോറ് തുറന്ന് കയറുമ്പോൾ ഇങ്ങനെയാണ് റൂമിൻ്റെ ഒരു വ്യൂ ഉണ്ടാവുക. ഇത് കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. രാവിലെയാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ക്ലാസ്സിൽ പോകുന്നൊരു ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമിൽ ടോട്ടൽ ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് വിൻഡോ വരുന്നത്. ഫസ്റ്റ് ഈ ഒരു 2 വിൻഡോ വരുന്ന ഈ ഒരു സെക്ഷൻ, പിന്നെ അങ്ങനെ തന്നെ 2 വിൻഡോ വരുന്നത് ഇപ്പുറത്തെ സൈഡിൽ, പിന്നെ 3 വിൻഡോസ് ഒന്നിച്ച് വരുന്ന വേറൊരു സൈഡും കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സൺലൈറ്റ് എൻ്റെ റൂമിൽ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് കുറേ വിൻഡോസ് ഉള്ള റൂം ഞാൻ സെലക്ട് ചെയ്തത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തത് രാവിലെയാണ്. അപ്പോഴാണ് കറക്റ്റ് നല്ല വെയിലൊക്കെ റൂമിലേക്ക് ഉള്ളിൽ വരെ എത്തുക. അതുകൊണ്ട് അപ്പം തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യുകയും വേണം, ക്ലാസ്സിലും പോവുകയും വേണം. അങ്ങനെയൊക്കെ ഞാൻ ആ സൈഡ് ടേബിളായിട്ട് ഒരു കുഞ്ഞ് പ്ലാന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഓരോ കാര്യവും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരികയാണ്. ഈ റൂമിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ഒരു മിറർ ബോൾ ആണ്. ഇത് ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ ഓയാസിസ്ന്ന് ക്രിസ്മസിൻ്റെ ടൈമിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ഓഫ്ലൈൻ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ലിങ്ക് കിട്ടില്ല. ഇതിലിനി നിങ്ങൾ പുതുതായിട്ട് കാണുന്നുണ്ടാവുക ആ 2 കുഷ്യനാണ്. ആ കുഷ്യൻ കവറും എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താ ഫുള്ള് കൊളാബറേഷൻ ആണല്ലോ. ടു ബി ഓണസ്റ്റ്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹോം ഡെക്കോർ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ എനിക്ക് കൊളാബറേഷൻ കിട്ടുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ഒരു മാറ്റും പിന്നെ ആ ഒരു ഷൈൻ എഴുതിയിട്ടുള്ള ആ ഒരു കുഷ്യൻ കവറും സൺഷൈൻ എഴുതിയിട്ടുള്ള വാൾ ബാനറും ഒന്നിച്ച് ഒരു പേജ് എനിക്ക് അയച്ചു തന്നതാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ആ വൈറ്റ് കുഷ്യൻ കവർ നമ്മുടെ ആ ഒരു കുഞ്ഞു സോഫ സെറ്റിൻ്റെ കൂടെ അവർ അയച്ചു തന്നതാണ്. ആ പേജ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. എനിക്ക് റൂം ടൂർ എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് വെച്ചത്, അങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഷെൽഫാണുള്ളത്, അൽമാരയാണുള്ളത്. ഇത് ഉണ്ടാക്കിച്ചതാണ്. മൾട്ടിവുഡ് വാങ്ങിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ചതാണ്. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കില്ല, കാരണം വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു മിറർ വരുന്ന സംഭവവും കസ്റ്റമൈസ് ചെയ്ത് പണി കഴിപ്പിച്ചതാണ്. അതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ അലർച്ചില്ലറ സാധനങ്ങളൊക്കെ വെക്കാം. ഈ ഒരു സംഭവം വൈറ്റ് ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് അത് ഞാൻ അപ്പം തന്നെ തുടച്ച് കളയൂല. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വൃത്തികേടാണ്. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ വൈറ്റ് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചത്. പിന്നെ ഇതിന് ചെറിയൊരു ഡ്രോയർ ഉണ്ട്. ഇതിലും ഞാൻ എന്തൊക്കെയോ കുത്തിക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്പീഡിൽ കാണിച്ച് വിടുകയാണ്. ഇനി ഇത് റൂമിൻ്റെ ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ അങ്ങനെയൊക്കെ പറയാം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് ബെഡ്ഷീറ്റ്സ് ഒന്നും വാങ്ങാറില്ല. എൻ്റെ കയ്യിലുള്ള ബെഡ്ഷീറ്റ്സൊക്കെ ശോഭിക ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടെ അടുത്തായിട്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കാറ്.
അപ്പം അത്രയാണ് എൻ്റെ റൂം. പിന്നെ ഈ ടേബിളും നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിമാണ്, പ്രത്യേകിച്ച് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സോ നിങ്ങൾക്ക് എൻ്റെ റൂം ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ വന്നപ്പം എൻ്റെ റൂം എന്നൊക്കെ തോന്നി തുടങ്ങി. ഈ വീഡിയോൻ്റെ ലെങ്ത് ആണെങ്കിൽ വളരെ കൂടിപ്പോയി. നിങ്ങൾ ഇവിടം വരെ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കുറേ കാലമായിട്ടില്ലേ ഈ ഒരു വീഡിയോ വേണമെന്ന് പറയുന്ന. അങ്ങനെ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനായി ഗൈസ്. ഇനി വേണ്ട പോലെ വേറെ വീഡിയോസൊക്കെ ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫും സ്റ്റഡി വ്ളോഗൊക്കെ ഇനി ചെയ്യാമല്ലോ. എപ്പം വീഡിയോ ചെയ്യുമ്പം ഇത് ചെയ്തില്ലാലോ എന്നുള്ളൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ലാസ്റ്റ് വരെ ഈ വീഡിയോ കണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.